എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ആലു ബോളാണ്. ഇത് മാവിനകത്ത് മുക്കി പൊരിച്ചല്ല ഉണ്ടാക്കുന്നത്, അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആലു ബോൾസിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമുക്ക് വേണ്ടത് അരിപ്പൊടി 1/2 ബൗള്, മൈദ 1 ബൗള്, പിന്നെ സവോള കൊത്തി അരിഞ്ഞത്, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പാലക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഇല എടുക്കാനാണ്, ഇല വെജിറ്റബിൾ, പിന്നെ മല്ലിയില കുറച്ച്, പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽ മുളക് 1 ക്രഷ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ അതോ സ്പ്രിംഗ് ഓണിയനോ എടുക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാനാണ്. നമുക്ക് വേണ്ടത് കിഴങ്ങാണ്. വലിയ കിഴങ്ങാണെങ്കിൽ 2 എടുത്താൽ മതി. ഇത് കുഞ്ഞതായതുകൊണ്ട് ഞാൻ 3 എടുത്തു. എന്നിട്ട് നമുക്ക് ഇത് പുഴുങ്ങാൻ വേണ്ടി വെക്കണം. പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം, വറ്റൽ മുളക്, എന്നിട്ട് ക്യാരറ്റ്, മല്ലിയില, പാലക്, ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പൊടി ചേർത്തിട്ട് നമുക്കിത് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇടാം. മൈദ മൊത്തം ഇടാം. എന്നിട്ട് നമുക്കിത് കുഴയ്ക്കാം. അരിപ്പൊടിയും കൂടി മൊത്തം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മിക്സ് ചെയ്യണേ. ഞാനിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞു ബോൾസ് ആക്കാം. എടുത്തിട്ട് ഇതുപോലത്തെ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, ഞാനിപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുത്താലോ. നമ്മൾ മുമ്പ് എണ്ണ ചൂടാക്കാൻ വെച്ചായിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിടാം. വാവ്, നല്ല രസമുണ്ട് കാണാൻ. ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, കണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. നമ്മളിത് ഓൾറെഡി കുക്കായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല, 3 മിനിറ്റ് മതി. ഇനി നമുക്ക് എണ്ണ കോരിയിട്ട് സെർവിലേക്ക് മാറ്റാം. മൊത്തം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളിത് കൂടുതൽ സമയം എണ്ണയ്ക്കകത്ത് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പൊട്ടാറ്റോ ഓൾറെഡി ബോയിൽ ചെയ്തതായിരുന്നു. അതുകൊണ്ട് ഇത് ഓൾറെഡി കുക്കാണ്, അതുകൊണ്ട് 3 മിനിറ്റ് മതി.